തുടങ്ങി. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് തിയറി ഓഫ് പ്രൊജക്ഷൻസ് ആണ്. തിയറി ഓഫ് പ്രൊജക്ഷൻസ് പഠിക്കാനാണ് ശ്രമിക്കുന്നത്. അതിൽ നിങ്ങൾ പണ്ട് ഫിസിക്സിലൊക്കെ ഗ്രാഫൊക്കെ വരച്ചിട്ടുണ്ട്, നമുക്കറിയാം. എന്ന് എനിക്ക് നിങ്ങൾക്കറിയാം, ഈ കോട്ടൻ്റെ ഒക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. നമ്മൾ ഗ്രാഫ് വരച്ചിട്ടുണ്ട്. ഇങ്ങനെ വരയ്ക്കത്തില്ലയോ? ഇതിനെ പറയുന്നത് എന്താ? വൈ എന്ന് പറയും. ഇത് നമ്മൾ എക്സ് എന്ന് പറയും. ഇത് മൈനസ് എക്സ്, ഇവിടെ മൈനസ് വൈ, ഇങ്ങനെയാണല്ലോ. അതായത് ഇവിടെ 1 2 3, ഇവിടെ 1 2 3 ഇങ്ങനെ മേപ്പോട്ട് മാർക്ക് ചെയ്യുന്നു. ഇവിടെ 1 2 3 ഇങ്ങോട്ട് മാർക്ക് ചെയ്യുന്നു. ഇതെല്ലാം മൈനസ് ആണ്. ഇവിടെ -1 -2 -3 ഇങ്ങനെയൊക്കെ മാർക്ക് ചെയ്ത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഗ്രാഫ് വരയ്ക്കാൻ വേണ്ടി പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ക്വാഡ്രന്റ് ആണ്, ഇത് സെക്കൻഡ് ക്വാഡ്രന്റ് ആണ്, തേർഡ് ക്വാഡ്രന്റ് ആണ്, ഇത് ഫോർത്ത് ക്വാഡ്രന്റ് ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ക്വാഡ്രന്റ് നോക്കി. അപ്പം നിങ്ങൾ നേരത്തെ പഠിച്ചേക്കുന്ന ഫിസിക്സിൽ പഠിച്ചേക്കുന്ന ക്വാഡ്രന്റ്സ് ഒക്കെയാണ് ഞാൻ കാണിച്ചേക്കുന്നത്. ഇത് ഫസ്റ്റ് ക്വാഡ്രന്റ്. ഫസ്റ്റ് ക്വാഡ്രന്റ് രണ്ടും പോസിറ്റീവാണ് അല്ലേ? എക്സ് കോർഡിനേറ്റും വൈ ക്വാണ്ടിറ്റീസും പോസിറ്റീവാണ്. അതേസമയം സെക്കൻഡ് ക്വാഡ്രന്റ് വരുമ്പോഴോ വൈ ക്വാണ്ടിറ്റി പോസിറ്റീവും എക്സ് ക്വാണ്ടിറ്റി നെഗറ്റീവുമാണ്. തേർഡ് ക്വാഡ്രന്റ് വരുമ്പോൾ രണ്ടും നെഗറ്റീവാണ്. ഫോർത്ത് ക്വാഡ്രന്റ് വരുമ്പം വൈ ക്വാണ്ടിറ്റി നെഗറ്റീവും എക്സ് ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് പോസിറ്റീവുമാണ്. ഇത് നമ്മൾ ഫിസിക്സ് ഗ്രാഫ് വരയ്ക്കാൻ വേണ്ടി പഠിച്ചേക്കുന്നതാണ്. അപ്പം ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറയുന്നത്, ഇങ്ങനെ വരയ്ക്കുമ്പോൾ നമ്മൾ ഇതിനെ ഇങ്ങനെയല്ല പറയുന്നത്. ഇതിന് പകരം ഇതിനെ ഹൊറിസോണ്ടൽ പ്ലെയിന് അല്ലെങ്കിൽ HP എന്നാണ് പറയുന്നത്. ഇതിനെ പറയുന്നത് HP അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ പ്ലെയിൻ. ഇതിനെ പറയുന്നത് VP അല്ലെങ്കിൽ വെർട്ടിക്കൽ പ്ലെയിൻ. ഇത് വെർട്ടിക്കൽ പ്ലെയിനും ഇത് ഹൊറിസോണ്ടൽ പ്ലെയിനുമാണ്. ഇതിനകത്ത് ഇതാണ് ഫസ്റ്റ് ക്വാഡ്രന്റ്, ഇത് സെക്കൻഡ് ക്വാഡ്രന്റ്, ഇത് തേർഡ് ക്വാഡ്രന്റ്, ഇത് ഫോർത്ത് ക്വാഡ്രന്റ്. ആന്റി ക്ലോക്ക് വൈസ് ആയിട്ടാണ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഫസ്റ്റ് ക്വാഡ്രന്റ്, ഇത് സെക്കൻഡ് ക്വാഡ്രന്റ്, ഇത് തേർഡ് ക്വാഡ്രന്റ്, ഇത് ഫോർത്ത് ക്വാഡ്രന്റ്. ഇതിനെ നമ്മൾ ഹൊറിസോണ്ടൽ പ്ലെയിൻ എന്ന് പറയും, ഇതിനെ നമ്മൾ വെർട്ടിക്കൽ പ്ലെയിൻ എന്ന് പറയും. അപ്പോൾ ഹൊറിസോണ്ടൽ പ്ലെയിനിലെ ഫസ്റ്റ് ക്വാഡ്രന്റിലേക്ക് നമുക്ക് ഈ ഫസ്റ്റ് ക്വാഡ്രന്റ് നമ്മളൊന്ന് ശ്രദ്ധിച്ച് നോക്കി. ഫസ്റ്റ് ക്വാഡ്രന്റ് ഒരു ഒബ്ജക്റ്റ് ഇരിക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് മനസ്സിലാക്കണ്ടേ? എബവ് HPക്ക് മുകളിലാണ്, ഹൊറിസോണ്ടൽ തലത്തിന് മുകളിലാണ് ഒബ്ജക്റ്റ് ഇരിക്കുന്നത്. ഇനി അതുകൂടാതെ വെർട്ടിക്കൽ പ്ലെയിനിൽ മുമ്പിലാണ്. മുമ്പിൽ എന്ന് പറയുന്നത് എന്താ പറയുന്നത്? ഇൻ ഫ്രണ്ട് ഓഫ് VP. ഫസ്റ്റ് ക്വാഡ്രന്റ് ഒബ്ജക്റ്റ് എങ്ങനെ ഇരിക്കുന്നത്? എബവ് HPയിലായിരിക്കും, ഇൻ ഫ്രണ്ട് ഓഫ് VPയിലായിരിക്കും. സെക്കൻഡ് ക്വാഡ്രന്റ് വരുമ്പോഴോ, സെക്കൻഡ് ക്വാഡ്രന്റ് വരുമ്പം എബവ് HPയാണ്, എബവ് HPയിലാണ്, HPക്ക് മുകളിലാണ്. പിന്നോ വെർട്ടിക്കൽ പ്ലെയിൻ്റെ ബിഹൈൻഡ് ആണ്, ബിഹൈൻഡ് VP. ഇപ്പോൾ സെക്കൻഡ് ക്വാഡ്രന്റ് വന്നപ്പോൾ നമുക്ക് പറയാം ഒബ്ജക്റ്റ് ഇരിക്കുന്നത് എങ്ങനെയാണെന്ന്? HPക്ക് മുകളിലാണ്, വെർട്ടിക്കൽ പ്ലെയിനിൽ പുറകിലായിട്ടാണ് ഒബ്ജക്റ്റ് ഇരിക്കുന്നത്. ഇനി നമ്മൾ തേർഡ് ക്വാഡ്രന്റിലേക്ക് നോക്കി. ബിലോ HP ആണ്, ബിലോ HPയിലാണ് ഒബ്ജക്റ്റ് ഇരിക്കുന്നത്. ഇനി എവിടെയാണ്? ബിഹൈൻഡ് VPയിലാണ്, ബിഹൈൻഡ് VPയിലാണ് ഒബ്ജക്റ്റ് ഇരിക്കുന്നത്. ഫോർത്ത് ക്വാഡ്രന്റ് വന്നപ്പോഴോ ബിലോ HPയിലാണ്, ബിലോ HPക്ക് താഴെയാണ്, ഹൊറിസോണ്ടൽ പ്ലെയിനിൽ താഴെയാണ്, വെർട്ടിക്കൽ പ്ലെയിനിൽ മുമ്പിലാണ്, ഇൻ ഫ്രണ്ട് ഓഫ് VP. ഇപ്പം ഇത്രയാണ് നമ്മൾ എന്താ തിയറി ഓഫ് പ്രൊജക്ഷൻസിന് വേണ്ടിയാണ് നമ്മൾ ശ്രമിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്വാഡ്രന്റ് ഇത്, സെക്കൻഡ് ക്വാഡ്രന്റ് ഇത്, തേർഡ് ക്വാഡ്രന്റ് ഇത്, ഫോർത്ത് ക്വാഡ്രന്റ് ഇത്. ഫസ്റ്റ് ഇതിനെ പറയുന്നത് എന്താണ്? ഹൊറിസോണ്ടൽ പ്ലെയിൻ. ഇതിനെ പറയുന്നത് എന്താണ്? വെർട്ടിക്കൽ പ്ലെയിൻ. അപ്പോൾ ഫസ്റ്റ് ക്വാഡ്രന്റ് ഒബ്ജക്റ്റ് ഇരിക്കുക എന്ന് പറഞ്ഞാൽ HPക്ക് മുകളിലാണ് ഇരിക്കുന്നത്, വെർട്ടിക്കൽ പ്ലെയിനിൽ മുമ്പിലാണ് ഇരിക്കുന്നത്. സെക്കൻഡ് ക്വാഡ്രന്റ് ഇരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലാക്കണ്ടേ? ഹൊറിസോണ്ടൽ പ്ലെയിനിൽ മുകളിലാണ് ഇരിക്കുന്നത്, വെർട്ടിക്കൽ പ്ലെയിന് പുറകിലാണ് ഇരിക്കുന്നത്. തേർഡ് ക്വാഡ്രന്റിൽ എന്ന് പറഞ്ഞാലോ ഹൊറിസോണ്ടൽ പ്ലെയിന് താഴെയാണ് ഇരിക്കുന്നത് ഒബ്ജക്റ്റ്, അതുകൊണ്ട് വെർട്ടിക്കൽ പ്ലെയിനിൽ പുറകിലായിട്ട് മാറിയാണ് ഇരിക്കുന്നത്. ഫോർത്ത് ക്വാഡ്രന്റ് ഇരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ബിലോ HPക്ക് താഴെയാണ്, ഇൻ ഫ്രണ്ട് ഓഫ് VPയിലായിരിക്കും നമ്മുടെ ഒബ്ജക്റ്റ് ഇരിക്കുന്നത്. മേളിലോട്ട് നോക്കിയാൽ നല്ല വൃത്തിയായിട്ട് എഴുതിയിട്ടുണ്ട്. നോക്കി, ഒന്നുകൂടെ പറയാം. അപ്പം ഫസ്റ്റ് ഇതിനെ പറയുന്നത് ഹൊറിസോണ്ടൽ പ്ലെയിൻ, ഇതിനെ പറയുന്നത് വെർട്ടിക്കൽ പ്ലെയിൻ. അപ്പം ഫസ്റ്റ് ക്വാഡ്രന്റ് ഒബ്ജക്റ്റ് ഇരിക്കുന്നത് എബവ് HPയിലായിരിക്കും, ഇൻ ഫ്രണ്ട് ഓഫ് VPയിലായിരിക്കും.
സെക്കൻഡ് ക്വാഡ്രന്റ് ഒബ്ജക്റ്റ് ഇരിക്കുന്നത് എബോ എച്ച് പിയിലായിരിക്കും, ബിഹൈൻഡ് ബി പിയിലായിരിക്കും, ബി പിക്ക് പുറയിലാണ്. തേർഡ് ക്വാഡ്രന്റ് ഒബ്ജക്റ്റ് ഇരിക്കുന്നതെന്ന് പറയുന്നത് എച്ച് പിക്ക് താഴെയാണ്, വെർട്ടിക്കൽ പ്ലെയിനിൽ ബിഹൈൻഡ് ആണ്. ഇനി ഫോർത്ത് ക്വാഡ്രന്റില് ബിലോ എച്ച് പിയിലാണ്, ഇൻ ഫ്രണ്ട് ഓഫ് ബി പിയിലായിരിക്കും നമ്മുടെ ഒബ്ജക്റ്റ് ഇരിക്കുന്നത്. ഇനി നമുക്ക് ഇനി ഇതിന്റെ ഒരു ഫിഗർ കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ ഡിഫറെന്റ് വ്യൂസ് ഒക്കെ നമുക്ക് വരയ്ക്കണം. അത് വരയ്ക്കാൻ വേണ്ടി നമുക്ക് ഞാൻ ഒന്നുകൂടി ഇത് കാണിക്കുവാണ്. ഇതാണ് നമ്മുടെ ഫോർത്ത് ക്വാഡ്രന്റ് വന്നേക്കുന്നത്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് ക്വാഡ്രന്റ് ഒബ്ജക്റ്റ് എവിടെ ഇരിക്കും? ഇപ്പോൾ ഈ ഒരു ഒബ്ജക്റ്റ് ആണെങ്കിൽ ഇത് ഇവിടെ ആയിരിക്കും ഇരിക്കുന്നത്. ഫസ്റ്റ് ക്വാഡ്രന്റ് ഇരിക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ ഇരിക്കും ഒബ്ജക്റ്റ്, കാണാമല്ലോ, ഇവിടെ ഇരിക്കും. സെക്കൻഡ് ക്വാഡ്രന്റ് ഇരിക്കുക എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റ് ഇവിടെ ആയിരിക്കും ഇരിക്കുന്നത്. തേർഡ് ക്വാഡ്രന്റ് ഇരിക്കുക എന്ന് പറഞ്ഞാൽ ഈ ഒബ്ജക്റ്റ് ഇവിടെ ഇരിക്കും. ഈ പേന ഫോർത്ത് ക്വാഡ്രന്റ് ഇരിക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ 4 ക്വാഡ്രന്റ് സിസ്റ്റമാണ് കാണിച്ചേക്കുന്നത്. അപ്പോൾ ഇതിനകത്തിൽ ഇപ്പോൾ ഇത് ഫസ്റ്റ് ക്വാഡ്രന്റ്, ഇത് സെക്കൻഡ് ക്വാഡ്രന്റ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ക്വാഡ്രന്റ് ഏരിയ, ഇത് സെക്കൻഡ് ക്വാഡ്രന്റ് ഏരിയ, ഇത് തേർഡ് ക്വാഡ്രന്റ് ഏരിയ, ഇത് ഫോർത്ത് ക്വാഡ്രന്റ് ഏരിയ. സപ്പോസ് നമുക്കൊരു നമുക്ക് എന്താ വരയ്ക്കാൻ, അതിൻ്റെ പ്രൊജക്ഷൻ വരയ്ക്കാൻ വേണ്ടിയാണ് നമ്മൾ ശ്രമിക്കുന്നത്. നമ്മുടെ ഒരു ഒബ്ജക്റ്റ് ഇതിനകത്ത് ഫസ്റ്റ് ക്വാഡ്രന്റ് ഇരിക്കുന്നത്. സപ്പോസ് ഈ പേനയുടെ ഈ ക്യാപ്പാന്ന് കൂട്ടിക്കും. ഈ ക്യാപ്പ് അല്ലെങ്കിൽ ഇതിൻ്റെ ഈ റൗണ്ട് ഒരു നാണയം ഫസ്റ്റ് മാറ്റി. അപ്പോൾ ഇതിനകത്തിലാണ്ട് ഈ ഫസ്റ്റ് ക്വാഡ്രന്റിൽ ഈ ഒരു പോയിന്റ് ആണ് ഇരിക്കുന്നത്. ഫസ്റ്റ് ക്വാഡ്രന്റിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്വാഡ്രന്റിൽ ഒബ്ജക്റ്റ് ഇരിക്കുന്ന ഒരു പോയിന്റ്, അതായത് ഒരു കുപ്പിയുടെ പോയിന്റ് ആയിട്ട് വെച്ചേക്കുന്നത് ഒരു പോയിന്റ് ഇവിടെ ഫസ്റ്റ് ക്വാഡ്രന്റിൽ ഇരിക്കുന്നു. അപ്പം നിങ്ങൾക്ക് ഇതിനെ ഈ പോയിന്റ് നമുക്ക് വരയ്ക്കണം. ഈ പോയിന്റ് നമുക്ക് ഇതിൻ്റെ എന്തൊക്കെ വരയ്ക്കണം? ഫ്രണ്ട് വ്യൂ വരയ്ക്കണം, ഇതിൻ്റെ ടോപ്പ് വ്യൂ വരയ്ക്കണം. അപ്പോൾ എങ്ങനെ വരയ്ക്കാൻ പറ്റുമെന്ന് നോക്കാം. അപ്പോൾ പോയിന്റ് എവിടെ ഇരിക്കുന്നത്? ഇവിടെയാണ് ഇരിക്കുന്നത്, അല്ലേ? അപ്പോൾ നമ്മുടെ പോയിന്റ് അല്ലെങ്കിൽ കുപ്പിയുടെ അടപ്പ് അപ്പോൾ നമ്മുടെ പോയിന്റ് ഇരുന്നത് എവിടെ ആയിരുന്നു? ഇവിടെയാണ് പോയിന്റ് ഇരുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്വാഡ്രന്റിലാണ് നമ്മുടെ ഒരു പോയിന്റ് ഇരുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്വാഡ്രന്റിൽ ഒബ്ജക്റ്റ് ഇരിക്കുവാണെങ്കിൽ, ഇതല്ലേ നമ്മുടെ ഫസ്റ്റ് ക്വാഡ്രന്റ്. ഫസ്റ്റ് ക്വാഡ്രന്റിൽ ഒബ്ജക്റ്റ് ഇരിക്കുവാണെങ്കിൽ നമുക്ക് നോക്കുന്നത് ഫ്രണ്ട് വ്യൂ വരയ്ക്കണമെങ്കിൽ ഫസ്റ്റ് ക്വാഡ്രന്റിൽ തന്നെ ചെന്ന് നിന്ന് ഫ്രണ്ട് വ്യൂ വരയ്ക്കണം. അപ്പോൾ നമ്മളെവിടെ ഫസ്റ്റ് ഫ്രണ്ട് വ്യൂ വരയ്ക്കാൻ വേണ്ടി പോവുകയാണ്. നമ്മളെവിടെ നിന്ന് നോക്കേണ്ടത്? ഇവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കണം. നേരെ വന്ന ഒബ്ജക്റ്റിൽ നിന്ന് നേരെ നോക്കണം. നേരെ നോക്കുമ്പോൾ നമുക്ക് എന്ത് കാണാൻ പറ്റും? ഈ സ്പോട്ട്, ഈ കാണുന്ന പോയിന്റ് അല്ലെങ്കിൽ ഈ പോയിന്റിന്റെ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്ന എന്ത് പോർഷൻ ആണെങ്കിലും അത് നമുക്ക് എവിടെ കാണാൻ പറ്റും? ഈ വെർട്ടിക്കൽ പ്ലെയിനിൽ കാണാൻ പറ്റും. വെർട്ടിക്കൽ പ്ലെയിനിലായിരിക്കും വന്ന് അതിൻ്റെ സ്പോട്ട് വീഴുന്നത്, ആണല്ലോ. അപ്പോൾ ഇവിടെ നിന്ന് നോക്കി ഫ്രണ്ട് വ്യൂ കണ്ട എവിടെയാണ്? ഇവിടെയാണ് നമ്മൾ ഫ്രണ്ട് വ്യൂ കണ്ടേക്കുന്നത്. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ ഫ്രണ്ട് വ്യൂ. ഏതിൻ്റെ? ഈ ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത് ഈ ഒബ്ജക്റ്റിൻ്റെ, ഇതാണ് നമ്മുടെ ഒബ്ജക്റ്റ്. ഈ ഒബ്ജക്റ്റിൻ്റെ ഫ്രണ്ട് വ്യൂ നമുക്ക് എവിടെ കിട്ടി? ഈ വെർട്ടിക്കൽ പ്ലെയിനിലാണ് കിട്ടിയത്. ഇനി നമുക്ക് ഇതിൻ്റെ ടോപ്പ് വ്യൂ നോക്കണം. ടോപ്പ് വ്യൂ നോക്കണമെങ്കിൽ നമ്മൾ എവിടെ നിന്നാണ് നോക്കുന്നത്? മുകളിൽ നിന്ന് മാത്രമേ നമുക്ക് ടോപ്പ് വ്യൂ നോക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പം ടോപ്പിൽ നിന്ന് താഴോട്ട് നോക്കണം. ടോപ്പ് വ്യൂ നോക്കാൻ വേണ്ടി നമുക്ക് എവിടെ നോക്കും? അപ്പോൾ നമുക്ക് എവിടെ കിട്ടും? ഇവിടെയാണ് നമ്മൾ ടോപ്പ് വ്യൂ കിട്ടുന്നത്. ഫസ്റ്റ് ക്വാഡ്രന്റിൽ നമ്മൾ വ്യൂസ് നോക്കാൻ പോവാണ്. ഇതാണ് നമ്മുടെ പോയിന്റ്. ഈ വട്ടത്തിൽ നേരത്തെ കാണിച്ച കുപ്പിയുടെ അടപ്പാണ് നമ്മുടെ ആ പോയിന്റ്. ആ പോയിന്റിന്റെ ഫ്രണ്ട് ചെന്നത് ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വെർട്ടിക്കൽ പ്ലെയിനിൽ നമുക്ക് എന്ത് കിട്ടും? അതിന്റെ ഫ്രണ്ട് വ്യൂ കിട്ടും. ടോപ്പ് വ്യൂ എവിടെ കിട്ടും? ഹൊറിസോണ്ടൽ പ്ലെയിനിലായിരിക്കും കിട്ടുന്നത്. അതായത് ഈ ബോക്സിലേക്ക് നോക്കി, ഇതാണ് ഫസ്റ്റ് ക്വാഡ്രന്റ്. നമ്മുടെ അടപ്പ് ഇവിടെ ഇങ്ങനെ ഇരിക്കുമായിരുന്നു. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ വന്നൊരാൾ നോക്കിയാൽ ഇവിടെ ആയിരിക്കും നമ്മളെ എന്ത് കിട്ടുന്നത്? ഫ്രണ്ട് വ്യൂ കിട്ടുന്നത്. ടോപ്പ് വ്യൂ എവിടെ കിട്ടും? ഇവിടെ കിട്ടും. അപ്പോൾ ഇതൊരു പ്ലെയിൻ ഓഫ് ഷീറ്റ് ആണെന്ന് കൂട്ടുക. ഈ വെർട്ടിക്കൽ പ്ലെയിൻ എന്ന് പറയുന്നത് ഒരു പ്ലെയിൻ ഓഫ് ഷീറ്റ് ആണ്, പേപ്പർ ആണെന്ന് കൂട്ടുക. അപ്പോൾ നമ്മുടെ പോയിന്റ് എവിടെ കിട്ടി? ഇവിടെ കിട്ടി. ഇതെന്താണ്? ഫ്രണ്ട് വ്യൂ ആണ് കിട്ടിയേക്കുന്നത്. ഇനി നമ്മുടെ പോയിന്റ് ഇവിടെ താഴെ ഇവിടെ കിട്ടിയേക്കുന്നത് എന്തുവാണ്? ടോപ്പ് വ്യൂ. നമുക്ക് ഈ പോയിന്റ് കിട്ടി, ടോപ്പ് വ്യൂ താഴെ കിട്ടി. നമുക്ക് ഇങ്ങനെ ഒരു പേപ്പർ വെച്ച് വരയ്ക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ
ക്ലോക്ക് വൈസിൽ 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യണം. അപ്പം നമുക്ക് എവിടെ വരും? താഴെ വരും. അപ്പം ഇവിടെ ഒരു ഫസ്റ്റ് ക്വാഡ്രന്റിൽ ഒബ്ജക്റ്റ് ഇരിക്കുവാണെങ്കിൽ ഫ്രണ്ട് വ്യൂ മേളിലായിരിക്കും വരുന്നത്. ഒരു എക്സ്, ഇതിനെ പറയും, ഈ ലൈനിലെ പറയുന്നത് XY ലൈൻ എന്നാണ്. ഈ XY ലൈനിൻ്റെ ടോപ്പിലായിരിക്കും നമുക്ക് എന്ത് വരുന്നത്? ഫ്രണ്ട് വ്യൂ ടോപ്പിൽ വരും. നേരെ താഴെ ആയിരിക്കും നമ്മുടെ ടോപ്പ് വ്യൂ വരുന്നത്. എങ്ങനെ വന്നെന്ന് മനസ്സിലായല്ലോ. ഈ കുപ്പിയുടെ അടപ്പാണെങ്കിൽ അതിൻ്റെ ഫ്രണ്ട് വ്യൂ ഇവിടെ കണ്ടു, ടോപ്പ് വ്യൂ താഴെ കണ്ടു. മനസ്സിലായോ? ഈ XY ലൈനിന് താഴെ ആയിരിക്കും ടോപ്പ് വ്യൂ വരുന്നത്, XY ലൈനിന് മുകളിലായിരിക്കും ഫ്രണ്ട് വ്യൂ. എങ്ങനെ വന്ന്? ഇവിടെ നേരെ നമ്മൾ നോക്കിയപ്പം, ഈ ഒബ്ജക്റ്റ് വെച്ച് നോക്കിയപ്പം ഫ്രണ്ട് വ്യൂ ഇവിടെ വന്നു. അത് കഴിഞ്ഞിട്ട് മേളിൽ നിന്ന് നോക്കിയപ്പം നമ്മുടെ ഇത് ഇങ്ങനെ ഇരിക്കുന്ന സാധനമായിരുന്നു. അപ്പം മേളിലാണ്, ഇവിടെയാണ്, നമുക്ക് താഴെയാണ് ഈ ടോപ്പ് വ്യൂ കിട്ടിയത്. നമുക്കിതിങ്ങനെ വരയ്ക്കാൻ പറ്റത്തില്ല. നമ്മൾ ആ വെർട്ടിക്കൽ പ്ലെയിനിലെ ഒരു എന്തായിട്ട് എടുത്തു? പേപ്പർ ഷീറ്റായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഹൊറിസോണ്ടൽ പ്ലെയിൻ നമ്മൾ എന്ത് ചെയ്യണം? 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യണം ക്ലോക്ക് വൈസിൽ. അപ്പം നമുക്ക് താഴോട്ട് പോകും. അപ്പോൾ ഇത് അതിൻ്റെ സെൻറ്റർ ലൈൻ ആണെങ്കിൽ, ഇത് നമ്മൾ വരച്ചേക്കുന്ന സെൻറ്റർ ലൈൻ ആണെങ്കിൽ ഫ്രണ്ട് വ്യൂ ഇവിടെ വന്നു, ടോപ്പ് വ്യൂ താഴെ വന്നു. ഇത് എങ്ങനെ താഴെ വന്നെന്ന് മനസ്സിലായി? യഥാർത്ഥത്തിൽ ഇത് എങ്ങനെ ഇരുന്നേ? ഇത് ഇങ്ങനെയാണ് ഇരുന്നത്. അതിനെ നമ്മൾ താഴേക്ക് 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ ഇതിലേക്ക് നോക്കി, അപ്പോൾ നമ്മൾ കുട്ടിയുടെ അടപ്പ് ഇവിടെ വെച്ച് നല്ല പോയിന്റ് ഇവിടെ വെച്ചിരുന്നത്. നമ്മൾ ഫ്രണ്ട് ചെന്ന് നോക്കിയപ്പോൾ നമുക്ക് ഫ്രണ്ട് വ്യൂ വെർട്ടിക്കൽ പ്ലെയിനിൽ കിട്ടി, ടോപ്പ് വ്യൂ നമുക്ക് ഹൊറിസോണ്ടൽ പ്ലെയിനിൽ കിട്ടി. പക്ഷെ നമുക്കിത് വരയ്ക്കാൻ പറ്റത്തില്ല. നമ്മൾ എന്ത് ചെയ്തു? ഈ ടോപ്പ് വ്യൂവിനെ എന്ത് ചെയ്ത് 90 ഡിഗ്രി ഹൊറിസോണ്ടൽ ക്ലോക്ക് വൈസിൽ നമ്മൾ എന്ത് ചെയ്തു? റൊട്ടേറ്റ് ചെയ്തു. 90 ഡിഗ്രി താഴേക്ക് ക്ലോക്ക് വൈസിൽ റൊട്ടേറ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് ടോപ്പ് വ്യൂ ഇവിടെ കിട്ടും, നേരെ താഴെ ഇവിടെ കിട്ടും. ഇപ്പോൾ നമ്മൾ XY ലൈൻ വരച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പ്ലെയിൻ ഓഫ് പ്രൊജക്ഷൻ പറഞ്ഞാൽ ഒരു പോയിൻ്റാണ്. അതിൻ്റെ പ്രൊജക്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ ഫ്രണ്ട് വ്യൂ കിട്ടി, ഇവിടെ ടോപ്പ് വ്യൂ കിട്ടി. ഇത്രയും മനസ്സിലായല്ലോ. ഇതെങ്ങനെ ഇവിടെ കിട്ടിയെന്ന് മനസ്സിലായല്ലോ. ഇനി നമുക്ക് സെക്കൻഡ് ക്വാഡ്രന്റിലേക്ക് പോകാം. സെക്കൻഡ് ക്വാഡ്രന്റിലാണ് ഒബ്ജക്റ്റ് ഇരിക്കുന്നതെന്ന് ഇരിക്കട്ടെ. നേരത്തെ കണ്ട ഈ സാധനം നമുക്ക് ഇതായിരുന്നു നമ്മുടെ ഫസ്റ്റ് ക്വാഡ്രന്റ്. ഇതാണല്ലോ സെക്കൻഡ് ക്വാഡ്രന്റ്. ഇവിടെയാണ് ഒബ്ജക്റ്റ് ഇരിക്കുന്നതെങ്കിലോ ഈ പോയിന്റ് ഇവിടെ, അല്ലെങ്കിൽ ഒബ്ജക്റ്റ് ഇവിടെയാണ് ഇരിക്കുന്നതെങ്കിൽ സെക്കൻഡ് ക്വാഡ്രന്റിലാണ് ഒബ്ജക്റ്റ് ഇരിക്കുന്നതെങ്കിൽ എങ്ങനെ വരും? അതായത് പോയിന്റ് എവിടെ ആയിരിക്കും ലൊക്കേറ്റ് ചെയ്യുന്നത്? എബോ HP-യിലായിരിക്കും, ബിഹൈൻഡ് VP-യിലാണ് ഇരിക്കുന്നത്. അപ്പം നമുക്ക് അവിടെ നോക്കാം. അപ്പോൾ നമ്മുടെ ഒബ്ജക്റ്റ് ഇരിക്കുന്നത് എവിടെയാണ്? ഇവിടെയാണ്, സെക്കൻഡ് ക്വാഡ്രന്റിലാണ് നമ്മുടെ ഒബ്ജക്റ്റ് ഇരിക്കുന്നത്. നമ്മൾ എവിടെ നിന്ന് നോക്കുന്നത്? ഇവിടെ നിന്ന് സെക്കൻഡ് ക്വാഡ്രന്റിൽ തന്നെ നിന്നുകൊണ്ടാണ് നമ്മൾ നോക്കുന്നത്. അങ്ങോട്ട് നോക്കിയപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഇവിടെയാണ് നമ്മുടെ പോയിന്റ്. അത് എവിടെ ചെന്ന് പതിയും? ഈ പ്ലെയിനിൽ പോയി പതിയും. ഫ്രണ്ട് വ്യൂ ഇവിടെ പോയി പതിഞ്ഞ്. ഇതിനെ ടോപ്പ് വ്യൂ ഇവിടെ പതിഞ്ഞ് മേളിൽ നിന്നല്ലേ നോക്കാൻ പറ്റത്തുള്ളൂ. ടോപ്പിൽ നോക്കി അത് എവിടെ വന്ന് പതിയും? നേരെ താഴെ വന്ന് പതിയും. അപ്പം ഇവിടെയും നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? സെക്കൻഡ് ക്വാഡ്രന്റിലാണെങ്കിൽ നോക്കി, ഫ്രണ്ട് വ്യൂ ഇവിടെ കിട്ടി, ഫ്രണ്ട് വ്യൂ ടോപ്പിൽ വന്ന് ഈ XY ലൈൻ്റെ ടോപ്പിലായിട്ട് നമ്മുടെ ഫ്രണ്ട് വ്യൂ വന്നു. ഇനി എവിടെയാണ്? ഹൊറിസോണ്ടൽ പ്ലെയിനിലാണ് എന്ത് വന്നേക്കുന്നത്? നമ്മുടെ ടോപ്പ് വ്യൂ വന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? റൊട്ടേറ്റ് ചെയ്യേണ്ടി വരും. എങ്ങോട്ടാണ് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ? ക്ലോക്ക് വൈസിൽ മാത്രമേ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? ഇവിടെ നോക്കി, ഇപ്പോൾ നമ്മുടെ ഒബ്ജക്റ്റ് ഇവിടെയാണ് ഇരുന്നത്. നമ്മുടെ ഫ്രണ്ട് വ്യൂ ഇവിടെ കിട്ടി, ഇവിടെ നമ്മുടെ ടോപ്പ് വ്യൂ കിട്ടി. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ടോപ്പ് വ്യൂ ഇവിടെ കിട്ടിയേക്കുന്നത് ക്ലോക്ക് വൈസിൽ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. നമ്മളിതിനെ ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്ത് എങ്ങോട്ട് പോകും? മേലോട്ട് പോകും. ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്താൽ മുകളിലേക്ക് പോകും. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും? ഇപ്പോൾ ഇവിടെയാണ് നമ്മുടെ ഫ്രണ്ട് വ്യൂ കറക്റ്റ് കിട്ടിയിട്ടുണ്ട്. ടോപ്പ് വ്യൂ ഇവിടെ ആണ്. അതെന്ത് ചെയ്യണം? നമ്മൾ ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ നിന്ന് എങ്ങോട്ട് പോകും? മേളിലോട്ട് പോകും. ഇവിടുന്ന് റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞ് ഇങ്ങോട്ട് വരും. അപ്പോൾ ഇവിടെയാണ് ടോപ്പ് വ്യൂ കിട്ടിയേക്കുന്നത്. ഇപ്പോൾ ഇവിടെ രണ്ടും എങ്ങനെ വന്ന്? മേളിലോട്ട് വന്ന്. സെക്കൻഡ് ക്വാഡ്രന്റിൽ വന്നപ്പോഴത്തേന് രണ്ട് വ്യൂ മുകളിലാണ് വന്നേക്കുന്നത്. ഇനി തേർഡ് ക്വാഡ്രന്റിൽ നോക്കിയേ. തേർഡ് ക്വാഡ്രന്റിലാണ് ഒബ്ജക്റ്റ് ഇരിക്കുന്നത്. നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? എവിടെ കാണും? ഇവിടെ ആയിരിക്കും നമ്മുടെ ഫ്രണ്ട് വ്യൂ കിട്ടുന്നത്. ഇവിടെ നിന്ന് അങ്ങോട്ടല്ലേ നോക്കുന്നത്. ഇവിടെ നിന്നുകൊണ്ട് തേർഡ് ക്വാഡ്രന്റിൽ നിന്നുകൊണ്ട് നോക്കുമ്പോൾ ഇവിടെ നമ്മുടെ ഫ്രണ്ട് വ്യൂ കിട്ടും. ടോപ്പ് ഇവിടെ നിന്ന് എവിടെ കിട്ടും? ഇവിടെ കിട്ടും. ഇവിടെ ടോപ്പ് വ്യൂ കിട്ടും.
കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? ഇപ്പം നമുക്ക് വീണ്ടും വരച്ച് നോക്കാം. തേർഡ് ക്വാഡ്രന്റിലെ വരയ്ക്കുമ്പം എങ്ങനെ വരും? ഇപ്പോൾ ഒബ്ജക്റ്റ് ഇവിടുന്ന് ഫ്രണ്ട് വ്യൂ ഇവിടെ കിട്ടി. ആ ഫ്രണ്ട് വ്യൂ എവിടെ കിട്ടിയേക്കുന്നത്? താഴെയാണ് നമ്മുടെ ഫ്രണ്ട് വ്യൂ. എക്സ് വൈ ലൈനിൻ്റെ താഴെയാണ് ഫ്രണ്ട് വ്യൂ കിട്ടിയേക്കുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇതിനെ ക്ലോക്ക് വൈസിൽ റൊട്ടേറ്റ് ചെയ്യണം. ഇത് ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്തെങ്കിലേ പറ്റത്തുള്ളൂ. അപ്പോൾ എങ്ങോട്ട് പോകും? മേളിലോട്ട് പോകും. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് വ്യൂ ഇവിടെ കിട്ടി, ടോപ്പ് വ്യൂ താഴെ കിട്ടി. അല്ല, ടോപ്പ് വ്യൂ എന്ന് പറയുന്നത് നമുക്ക് എവിടെ കിട്ടി? മുകളിൽ കിട്ടി. ടോപ്പ് വ്യൂ എന്ന് പറയുന്നത് മുകളിലാണ്. എക്സ് വൈ ലൈനിൻ്റെ മുകളിലായിട്ട് കിട്ടി. എക്സ് വൈ ലൈനിൻ്റെ മുകളിലായിട്ട് നമ്മുടെ ടോപ്പ് വ്യൂ കിട്ടി. ഫോർത്ത് ക്വാഡ്രന്റ് വന്നാലോ? ഇവിടെ ഒന്നല്ലേ നോക്കുന്നത്? ഒബ്ജക്റ്റ് ഇവിടെ അല്ലേ ഇരിക്കുന്നത്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഫ്രണ്ട് വ്യൂ താഴെ വരും. എക്സ് വൈ ലൈനിൻ്റെ താഴെ ഫ്രണ്ട് വ്യൂ വരും. ടോപ്പ് വ്യൂ ഇവിടെ വരും. ഇവിടെ നിന്ന് മേളോട്ട് ഇവിടെ നിന്നല്ലേ നോക്കുന്നത്. അപ്പോൾ ഇവിടെയാണ് വരുന്നത് ഇല്ലേ? അല്ലെങ്കിൽ ടോപ്പ് വ്യൂ എവിടെ വരും? മേളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇവിടെ കിട്ടും. ഇത് എന്ത് ചെയ്യേണ്ടി വരും? ഹൊറിസോണ്ടൽ പ്ലെയിനിൽ നമുക്ക് റൊട്ടേറ്റ് ചെയ്യേണ്ടി വരും. എങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്യേണ്ടി വരും? ക്ലോക്ക് വൈസ് താഴോട്ട് റൊട്ടേറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ രണ്ടും താഴെ വരും. ഒന്നുകൂടെ പറയാം. ഫസ്റ്റ് ക്വാഡ്രന്റിലെ ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ. ഫസ്റ്റ് ക്വാഡ്രന്റിലെ സെക്കൻഡ് ക്വാഡ്രന്റ് ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ വരയ്ക്കാൻ പോവാണ്. ഇപ്പോൾ ഇത് എവിടെയൊക്കെ കിട്ടുമെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വാഡ്രന്റിലാണ് വരയ്ക്കാൻ പോകുന്നത്. ഫസ്റ്റ് ക്വാഡ്രന്റിൽ ഫ്രണ്ട് വ്യൂ എവിടെ കിട്ടും? ഇപ്പം നമ്മൾ ഇങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ മുകളിലായിരിക്കും, ടോപ്പിലായിരിക്കും, മുകളിലായിരിക്കും. എക്സ് വൈ ലൈനിൻ്റെ എക്സ് വൈ ലൈനകത്തിലെ ഫ്രണ്ട് വ്യൂ എവിടെ വരും? മുകളിൽ വരും. ഇപ്പം ഫ്രണ്ട് വ്യൂ മുകളിലായിരിക്കും. എക്സ് വൈ ലൈനിൻ്റെ മുകളിലായിട്ട് എന്ത് വരുന്നത്? ഫ്രണ്ട് വ്യൂ. ടോപ്പ് വ്യൂ എവിടെ വരും? താഴെയായിട്ടായിരിക്കും ടോപ്പ് വ്യൂ വരുന്നത്. സെക്കൻഡ് ക്വാഡ്രന്റ് വരുമ്പോഴോ രണ്ടും എവിടെയായിരിക്കും വരുന്നത്? ഒന്ന് ഇവിടുന്ന് അങ്ങോട്ട് നോക്കിയപ്പോൾ നമുക്ക് ഇവിടെ ഫ്രണ്ട് കിട്ടി. ടോപ്പ് ഇവിടുന്ന് ക്ലോക്ക് വൈസ് റൊട്ടേറ്റ്. രണ്ടും മുകളിലായിരിക്കും. ഇവിടെയും മുകളിലായിരിക്കും. ഇനി തേർഡ് ക്വാഡ്രന്റ് എടുത്താലോ? തേർഡ് ക്വാഡ്രന്റ് എടുത്തു കഴിഞ്ഞാൽ എങ്ങനെ വരും? ഫ്രണ്ട് വ്യൂ താഴെയായിരിക്കും ഫ്രണ്ട് വ്യൂ. ടോപ്പ് വ്യൂ എങ്ങനെ ആയിരിക്കും? മുകളിലായിരിക്കും. ഇനി ഫോർത്ത് ക്വാഡ്രന്റ് എടുത്താലോ? എങ്ങനെയായിരിക്കും വരുന്നത്? ഫോർത്ത് ക്വാഡ്രന്റ് എടുത്തു കഴിഞ്ഞാൽ രണ്ടും എങ്ങനെ ആയിരിക്കും? താഴെയായിരിക്കും. അപ്പോൾ രണ്ടും നമുക്ക് വരുന്നത് താഴെയായിരിക്കും. ഞാനിവിടെ മലയാളത്തിൽ എഴുതി വെക്കാനുള്ള കാരണം ടോപ്പ് ഫ്രണ്ട് എന്ന് കിടക്കുന്നത് കൊണ്ട് ഞാൻ മലയാളത്തിലാക്കിയതാണ്. അപ്പം ഫസ്റ്റ് ക്വാഡ്രന്റിൽ രണ്ടും എങ്ങനെ ആയിരിക്കും? ഫസ്റ്റ് ക്വാഡ്രന്റിൽ ഫ്രണ്ട് വ്യൂ മുകളിലായിരിക്കും, ടോപ്പ് വ്യൂ താഴെയായിരിക്കും. സെക്കൻഡ് ക്വാഡ്രന്റിൽ ഫ്രണ്ട് വ്യൂ മുകളിലായിരിക്കും, ടോപ്പ് വ്യൂ മുകളിലായിരിക്കും. തേർഡ് ക്വാഡ്രന്റിൽ രണ്ടും എവിടെ ആയിരിക്കും? തേർഡ് ക്വാഡ്രന്റ് വരുമ്പം ഫ്രണ്ട് വ്യൂ താഴെയായിരിക്കും, ടോപ്പ് വ്യൂ മുകളിലായിരിക്കും. ഫോർത്ത് ക്വാഡ്രന്റിൽ രണ്ടും താഴെയായിരിക്കും. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? ഇതെന്താണ്? പ്ലെയിൻ ഓഫ് പ്രൊജക്ഷൻസ് പഠിക്കാനുള്ള പരിപാടിയുടെ ഭാഗമായിട്ട് നമ്മൾ പഠിക്കുകയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നോക്കാം. ഇപ്പം നമ്മൾക്ക് ഞാൻ ഒന്നുകൂടെ പറയാം. ഇതാണ് ഫസ്റ്റ് ക്വാഡ്രന്റ്. ഇത് ഹൊറിസോണ്ടൽ പ്ലെയിന്, ഇത് വെർട്ടിക്കൽ പ്ലെയിന്. ഇതിൽ ഈ ഭാഗമാണ് ഫസ്റ്റ് ക്വാഡ്രന്റ്, ഇത് സെക്കൻഡ് ക്വാഡ്രന്റ്, ഇത് തേർഡ് ക്വാഡ്രന്റ്, ഇത് ഫോർത്ത് ക്വാഡ്രന്റ്. ഒരു ഒബ്ജക്റ്റ് ഫസ്റ്റ് ക്വാഡ്രന്റ് ഇരിക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം എബോവ് എച്ച് പിയിലായിരിക്കും, ഇൻ ഫ്രണ്ട് ഓഫ് വി പിയിലായിരിക്കും. അതായത് എച്ച് പിക്ക് മുകളിലായിരിക്കും, വി പിക്ക് മുമ്പിലായിരിക്കും എന്നാണ് അർത്ഥം. ഒരു ഒബ്ജക്റ്റ് തേർഡ് ക്വാഡ്രന്റ് സെക്കൻഡ് ക്വാഡ്രന്റ് ഇരിക്കുക എന്ന് പറഞ്ഞാൽ എച്ച് പിക്ക് മുകളിലായിരിക്കും, ബിഹൈൻഡ് വി പിയിലായിരിക്കും. ഒരു ഒബ്ജക്റ്റ് തേർഡ് ക്വാഡ്രന്റ് ഇരിക്കുക എന്ന് പറഞ്ഞാൽ എച്ച് പിക്ക് താഴെയായിരിക്കും, ബിഹൈൻഡ് വി പിയിലായിരിക്കും, വി പിക്ക് പുറയിലായിരിക്കും. ഇനി ഒരു ഒബ്ജക്റ്റ് ഫോർത്ത് ക്വാഡ്രന്റ് ഇരിക്കുക എന്ന് പറഞ്ഞാൽ എച്ച് പിക്ക് താഴെയായിരിക്കും, ഇൻ ഫ്രണ്ട് ഓഫ് വി പിയിലായിരിക്കും ഒബ്ജക്റ്റ് ഇരിക്കുന്നത്. അപ്പോൾ ഇത്രയും മനസ്സിലായല്ലോ.
ഇനി അടുത്തത് ഞാൻ പറഞ്ഞത് ഇതേ ഉള്ളൂ. നമ്മളെ പ്ലെയിൻ ഓഫ് ഒരു പോയിന്റിനെ നമ്മൾ എഴുതണം. ഇപ്പം ഞാൻ ശരിക്കും പറഞ്ഞാൽ വെറും ഒരു പോയിന്റ് എടുത്തുകൊണ്ട് ഈ വ്യൂസ് എവിടെ വരുമെന്ന് പറയുകയാണ്. ഫ്രണ്ട് വ്യൂവും ടോപ്പ് വ്യൂവും മാത്രമാണ് പറയുന്നത്. അപ്പം ഇത് നമ്മുടെ ഹൊറിസോണ്ടൽ പ്ലെയിനും ഇത് വെർട്ടിക്കൽ പ്ലെയിനും ആണെങ്കിൽ പോയിന്റ് ഇവിടെ ഇരുന്നാൽ, അതായത് ഫസ്റ്റ് ക്വാഡ്രന്റിൽ ഇരിക്കുവാണെങ്കിൽ, ഇപ്പോൾ ഫസ്റ്റ് ക്വാഡ്രന്റ് ഇങ്ങോട്ട് 3 മാറി, ഇങ്ങോട്ട് 3 മാറി, ഇങ്ങോട്ട് 5 മാറി ഇരിക്കുവാണെന്ന് ഇരിക്കട്ടെ പോയിന്റ്. ഇങ്ങനെ പോയിന്റ് ഇരിക്കുവാണെങ്കിൽ ഫസ്റ്റ് ക്വാഡ്രന്റിലാണ് പോയിന്റ് ഇരിക്കുന്നതെങ്കിൽ അതിൻ്റെ ഫ്രണ്ട് വ്യൂ നമുക്ക് ഏത് ക്വാഡ്രന്റിലാണോ പോയിന്റ് ഇരിക്കുന്നത് അവിടെ പോയ ഫ്രണ്ട് വ്യൂ നോക്കാൻ പറ്റും. അപ്പം നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടേ നോക്കത്തുള്ളൂ. ഫ്രണ്ട് വ്യൂ നോക്കാൻ വേണ്ടി നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കും. അപ്പം നമുക്ക് എവിടെ കിട്ടും? ഫ്രണ്ട് വ്യൂ ഇവിടെ കിട്ടും. ഇനി മേളിൽ നിന്ന് ടോപ്പ് വ്യൂ നോക്കുമ്പോൾ നമുക്ക് എവിടെ കിട്ടും? ഇവിടെ തന്നെ ടോപ്പ് വ്യൂ കിട്ടും. അപ്പോൾ അത് ഇത് രണ്ടും കൂടെ നമുക്കൊരു ഷീറ്റിനകത്ത് വരയ്ക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഹൊറിസോണ്ടൽ പ്ലെയിനിൽ വരുന്ന സാധനത്തെ 90 ഡിഗ്രി ക്ലോക്ക് വൈസ് തിരിക്കണം. എങ്ങോട്ടായാലും ക്ലോക്ക് വൈസിൽ തിരിയത്തുള്ളൂ. അപ്പോൾ നമുക്ക് എവിടെ വരയ്ക്കേണ്ടി വരും? XY ലൈനിലായിട്ടാണ് വരയ്ക്കുന്നത്. ഒരു XY ലൈൻ വരച്ചു. ഇത് ഫസ്റ്റ് ക്വാഡ്രന്റിലെ വരയ്ക്കാൻ പോവാണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 5 പോയിന്റ് മേലോട്ട് മാറിയാണ് നമ്മുടെ പോയിന്റ് ഫ്രണ്ട് വ്യൂ കിട്ടിയേക്കുന്നത്. ഫ്രണ്ട് വ്യൂ നിങ്ങൾക്ക് വേറെ പേരൊക്കെ ഉണ്ട്. ഫ്രണ്ട് വ്യൂ കിട്ടിയേക്കുന്നത് 5 പോയിന്റ് മേലോട്ട് മാറിയാണ്. 3 പോയിന്റ് താഴോട്ട് മാറി. ക്ലോക്ക് വൈസ് തിരിയുന്നതുകൊണ്ടാണ്, ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യുന്നതുകൊണ്ട് 3 പോയിന്റ് താഴോട്ട് മാറി നമ്മുടെ എന്ത് കിട്ടും? ടോപ്പ് വ്യൂ കിട്ടി. അതായത് ഫസ്റ്റ് ക്വാഡ്രന്റിൽ ഫ്രണ്ട് വ്യൂ മുകളിലും ടോപ്പ് വ്യൂ താഴെ. ഇനി ഈ ഒബ്ജക്റ്റിനെ നമ്മൾ സെക്കൻഡ് ക്വാഡ്രന്റിലേക്ക് കൊണ്ടുവെക്കാൻ പോകണം. സെക്കൻഡ് ക്വാഡ്രന്റിൽ കൊണ്ടുവെക്കുമ്പം ഇവിടെ ആയിരിക്കുന്നത് 2 പോയിന്റും ഇത് 3 പോയിന്റും മാറിയാന്നിരിക്കട്ടെ. അപ്പോൾ ഇവിടാണ് നമ്മുടെ സെക്കൻഡ് ക്വാഡ്രന്റിൽ ഒബ്ജക്റ്റ് ഇരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എവിടെ നിന്ന് നോക്കാൻ പറ്റത്തുള്ളൂ? ഈ സെക്കൻഡ് ക്വാഡ്രന്റിൽ നിന്ന് അങ്ങോട്ടേ നോക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഒബ്ജക്റ്റിന്റെ ഫ്രണ്ട് വ്യൂ ഇവിടെ കിട്ടും, ഇവിടെ കിട്ടും, ടോപ്പ് ഇവിടെ കിട്ടും, ഇവിടെ കിട്ടും. അപ്പോൾ നമുക്കിത് വരയ്ക്കാൻ പറ്റത്തില്ല. നമ്മൾ എന്ത് ചെയ്യണം? ഹൊറിസോണ്ടൽ പ്ലെയിനിലുള്ളതിനെ 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യണം. ക്ലോക്ക് വൈസിൽ റൊട്ടേറ്റ്. അപ്പോൾ ഇതുകൂടെ അങ്ങ് മേലോട്ട് പോകും. അപ്പോൾ ഇതെവിടെ പോരും? താഴെ വരും. അപ്പോൾ നമുക്കിത് വരയ്ക്കാം. സെക്കൻഡ് ക്വാഡ്രന്റ് വരയ്ക്കുമ്പോൾ എങ്ങനെ ഇരിക്കും? സെക്കൻഡ് ക്വാഡ്രന്റ് വന്നപ്പോൾ നമ്മുടെ ഫ്രണ്ട് വ്യൂ മുകളിൽ തന്നെ വന്നു അല്ലേ? ഫ്രണ്ട് വ്യൂ മുകളിൽ വന്നു. അപ്പോൾ അതെത്ര? 3 ആയിരുന്നു. അപ്പോൾ ഫ്രണ്ട് വ്യൂ ഇവിടെ വന്നു. ഫ്രണ്ടെന്ന് ഞാൻ ഇട്ടു. ഫ്രണ്ട് വ്യൂ ഇവിടെ വന്നു. ഇനി ടോപ്പ് വ്യൂ എത്ര? 2ലാണ് ഇരുന്നത്. അതിനെന്ത് ചെയ്യണം? റൊട്ടേറ്റ് ചെയ്യണം ക്ലോക്ക് വൈസിലേക്ക്. അപ്പം നമ്മുടെ ടോപ്പ് വ്യൂ ഇവിടെ വന്നു. ടോപ്പ് വ്യൂ ഇവിടെ വന്നു. ഓക്കെ ആണല്ലോ? അപ്പോൾ ഈ 2 വ്യൂ നമുക്കിവിടെ കിട്ടി. ഇതിനെ പറയുന്നത് എന്താണ്? XY ലൈൻ. ഇനി തേർഡ് ക്വാഡ്രന്റ് നമ്മൾക്ക് വരയ്ക്കാൻ പോവാണ്. തേർഡ് ക്വാഡ്രന്റ് വരയ്ക്കാൻ പോകുമ്പോൾ നമുക്ക് ഒബ്ജക്റ്റ് എവിടെ ഇരിക്കണം? തേർഡിലാണ് ഇരിക്കേണ്ടത്. ഒബ്ജക്റ്റ് നമ്മുടെ തേർഡിലിരിക്കുന്നു. ഇതിപ്പം 5 പോയിന്റ് മാറി, ഇതും 5 പോയിന്റ് മാറിയായിരിക്കുന്നത് ഇരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒന്നല്ലേ നോക്കത്തുള്ളൂ. ഇവിടെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒബ്ജക്റ്റ് എവിടെ കാണും? ഈ 5 എന്ന് എഴുതുന്നിടത്ത് അത് കാണും, വരും. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ വരും അല്ലേ? ആ ഫ്രണ്ട് വ്യൂ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ വരും. അപ്പോൾ ഫ്രണ്ട് വ്യൂ നോക്കിയപ്പോൾ എവിടെ വരുന്നത്? തേർഡ് ക്വാഡ്രന്റ് ആയപ്പോൾ 5 പോയിന്റ് മാറിയിട്ട് നമ്മുടെ തേർഡ് 5 പോയിന്റ് മാറിയിട്ട് നമ്മുടെ എന്ത് കിട്ടിയിട്ടുണ്ട്? ഫ്രണ്ട് വ്യൂ കിട്ടിയിട്ടുണ്ട്. താഴെയാണ് വന്നേക്കുന്നത്. ഇവിടെ നോക്കിയതുകൊണ്ട്. ഇനിയോ ടോപ്പ് വ്യൂ നോക്കാൻ പോവാണ്. ഇവിടെ നിന്നല്ലേ നോക്കാൻ പറ്റത്തുള്ളൂ. ഇവിടെ നിന്ന് മേപ്പോട്ടാണ് നോക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് മേപ്പോട്ട് നമ്മൾ നോക്കുക. നോക്കുമ്പോൾ എവിടെ കിട്ടും? ഇവിടെ കിട്ടി. ഈ ഹൊറിസോണ്ടൽ പ്ലെയിനിൽ കിട്ടി. അവിടെ നമുക്ക് വരയ്ക്കാൻ പറ്റില്ല. നമ്മൾ എന്ത് ചെയ്യണം? ക്ലോക്ക് വൈസിൽ റൊട്ടേറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ എങ്ങോട്ടേ റൊട്ടേറ്റ് ചെയ്ത്? ക്ലോക്ക് വൈസിൽ റൊട്ടേറ്റ് ചെയ്യത്തുള്ളൂ. അപ്പോൾ ഇവിടെ വന്ന് നമ്മുടെ ടോപ്പ് വ്യൂ. ഫോർത്ത് ക്വാഡ്രന്റ് ആയപ്പോഴോ? ഫോർത്ത് ക്വാഡ്രന്റ് ആകുമ്പോൾ എന്ത് സംഭവിക്കും നമുക്ക് നോക്കാം. ഒബ്ജക്റ്റ് ഇവിടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇത് ഇങ്ങോട്ട് 3ഉം ഇവിടെ 5ഉം വന്നിരിക്കട്ടെ. അങ്ങനെ ഇരിക്കട്ടെ. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ഒബ്ജക്റ്റ് ഇരിക്കുന്നത്. ഇവിടെ ഒന്നല്ലേ നോക്കാൻ പറ്റത്തുള്ളൂ. ഫ്രണ്ട് വ്യൂ നോക്കണമെങ്കിൽ ഇവിടെ ഒന്നേ നോക്കാൻ പറ്റത്തുള്ളൂ. ഫ്രണ്ട് വ്യൂയിലോട്ട് നോക്കാൻ ഇവിടെ ഒന്ന് ഇങ്ങോട്ട് നോക്കി. അപ്പോൾ ഇവിടെ കിട്ടും. ഈ 5ന്റെ അടുക്ക് ഫ്രണ്ട് വ്യൂ കിട്ടി. അപ്പോൾ ഫ്രണ്ട് വ്യൂ ഇവിടെ വന്ന് താഴെ വന്ന് ഫ്രണ്ട് വ്യൂ. താഴെ ഫ്രണ്ട് വ്യൂ വന്നു. നമ്മൾ ഇവിടുന്ന് മുകളിലോട്ട് നോക്കുമ്പം ഈ 3ന്റെ അടുക്ക വന്ന് എന്ത്? ടോപ്പ് വ്യൂ. ഈ 3ന്റെ അടുക്കലാണ് ടോപ്പ് വ്യൂ. പക്ഷേ ഹൊറിസോണ്ടൽ പ്ലെയിനിലാണ് ഇരിക്കുന്നത്. നമുക്ക് വരയ്ക്കാൻ പറ്റില്ല. നമ്മൾ എന്ത് ചെയ്യണം? റൊട്ടേറ്റ് ചെയ്യണം. ക്ലോക്ക് വൈസിലാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പോൾ താഴോട്ട് വരും. അപ്പം നമ്മുടെ ടോപ്പ് വ്യൂ ഇവിടെ വന്നു. അപ്പോൾ ഇത്രയും നോക്കി. ഫസ്റ്റ് ക്വാഡ്രന്റ് 2ഉം ഫ്രണ്ട് വ്യൂ മുകളിലും ടോപ്പ് വ്യൂ താഴെ. സെക്കൻഡ് ക്വാഡ്രന്റിൽ 2ഉം എങ്ങനെയാണ്? മുകളിൽ. തേർഡ് ക്വാഡ്രന്റ് ആയപ്പോൾ എങ്ങനെ വന്ന്? ടോപ്പ് വ്യൂ ഇതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ്. ടോപ്പ് വ്യൂ മുകളിലും ഫ്രണ്ട് വ്യൂ താഴെ. ഫോർത്ത് ക്വാഡ്രന്റ് ആയപ്പോഴോ 2ഉം താഴെ. സ്റ്റോപ്പ്.
സ്റ്റോപ്പ് ചെയ്തേക്കാണ് 25 മിനിറ്റ്.